വെളുത്ത പാക്ക് കണ്ടില്ലേ, നല്ല വെള്ള കളർ കേട്ടോ. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണല്ലോ. ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നേക്കണത് മുഖസൗന്ദര്യമൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ചുള്ള ഒരു ഫേസ് പാക്കാട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ. നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ മുഖത്ത് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കിയാലോ, എങ്ങനെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത എൻ്റെ എല്ലാ മുത്തുമണീസിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് വേഗം തന്നെ പോയേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനം വേണം നമുക്ക് നോക്കാവേ. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനമാണ് നമ്മുടെ കറ്റാർ വാഴ എന്തായാലും വേണ്ട തന്നെയാണ് കേട്ടോ. നമ്മുടെ മുഖ സൗന്ദര്യമൊക്കെ കൂടാൻ പറ്റിയ അടിപൊളി സാധനമാണ് കറ്റാർ വാഴ. പാടുകൾ മാറാനും കരുവാളിപ്പ് മാറാനും അങ്ങനെ മുഖത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു കറ്റാർ വാഴ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചെറിയൊരു കഷ്ണം കറ്റാർ വാഴയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഒരു സൂപ്പർ സാധനമാണ് നമ്മുടെ മുഖത്തിലെ കരുവാളിപ്പും പാടുകളും പിന്നെന്താ പറയുക കരിമങ്കലിയും ഒക്കെ മാറാൻ പറ്റിയ നല്ല സൂപ്പർ സാധനമാണ് നമ്മുടെ തൈര്. കണ്ടോ, തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് ചെറുനാരങ്ങ ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്തായാലും 2-3 തുള്ളിയൊക്കെ ഞാൻ ചെറുനാരങ്ങയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ചേർക്കുവാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, ഈ അരമുറി ഒന്നും വേണ്ട കേട്ടോ. അപ്പം എന്തൊക്കെ വേണം? കറ്റാർ വാഴ വേണം, തൈര് വേണം, ചെറുനാരങ്ങയുടെ നീരും വേണം. അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത നമ്മുടെ കറ്റാർ വാഴയാണ് കേട്ടോ ഇത്. ഞാനിത് അതിൻ്റെ നീരൊന്ന് എടുക്കട്ടെ. ഞാനിങ്ങനെയാണ് കേട്ടോ ഇത് നീരെടുക്കാറ്. ചെറിയൊരു കഷ്ണം കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു അടി അടിച്ചാൽ മതി അല്ലേ. നമ്മുടെ കഴുത്തിലും മുഖത്തും നമ്മുടെ കൈകളിലൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, സൂപ്പറാണ്. ജെല്ലെടുക്കാൻ ഇച്ചിരി പാടാട്ടോ. അങ്ങനത്തെ കറ്റാർവാഴ ജെല്ലൊക്കെ ഞാനിതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 സ്പൂണ് കറ്റാർവാഴ ഉണ്ടാവും കേട്ടോ. നമുക്ക് 1 സ്പൂണ് തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. എല്ലാം കറക്റ്റ് കേട്ടോ. 1 സ്പൂണ് തൈര്, 1 സ്പൂണ് കറ്റാർവാഴ ജെല്ല്, ആ ഒരു കറക്റ്റായിട്ട് എടുത്തോളൂ. ഇത് കൂടിയാലൊന്നും പ്രശ്നമില്ല കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, മറന്നുപോയി. അത് കുറച്ച് ചേർത്താൽ മതിയേ. ഇത്ര മതി കേട്ടോ. കൂടി ഒന്ന് കളയട്ടെ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇത് മിക്സ് ആവാൻ ഇച്ചിരി പാടുള്ളതാണ്. ഇപ്പോൾ കുറച്ചുള്ളത് നമുക്ക് എന്തായാലും മിക്സിയുടെ ജാറിലൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. കണ്ടില്ല, കറ്റാവാഴയുടെ ആ ജെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട പോലെ ആട്ടിയിരിക്കുന്നത് കണ്ടില്ലേ. നോക്കി തൊടുമ്പോൾ ഇങ്ങനെ അങ്ങ് വരുക കണ്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇച്ചിരി താമസം ഉണ്ടാവേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിക്കേ, നല്ല വെള്ള കളർ അല്ലേ. തൈരും കറ്റാർവാഴയുടെ ജെല്ലും പിന്നെ ചെറുനാരങ്ങ എല്ലാം കൂടി ചേർന്ന പാക്കാട്ട്. ഇത് നല്ല വെളുത്ത പാക്ക് കണ്ടില്ലേ, നല്ല വെള്ള കളർ കേട്ടോ. അതുപോലെ തന്നെ ആവും നമ്മുടെ മുഖം. ഇതുപോലെ തന്നെ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കണ്ടിന്യൂസ് തേക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ചുളിവുകളൊക്കെ മാറി മുഖം നല്ല
സൂപ്പറാവാൻ ഈ ഒരു പാക്ക് മതി. നമുക്ക് ദിവസം തേക്കാൻ ഒരു കുഴപ്പമില്ല കേട്ടോ. ദിവസം നമുക്ക് ഉപയോഗിക്കാം. ചെറുനാരങ്ങയുടെ നീര് ഇപ്പോൾ ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അലർജിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ചെറുനാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല. ചെറുനാരങ്ങയുടെ നീര് ഇല്ലെങ്കിലും കുഴപ്പമില്ല. തൈരും കറ്റാർവാഴ ജെല്ലും മാത്രം മതി നമുക്ക് ദിവസം തേക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ദിവസം തേക്കുന്നതുകൊണ്ട് ഉപയോഗിക്കേണ്ട. നിങ്ങൾ ദിവസം തേക്കുവാണെങ്കിൽ ചെറുനാരങ്ങ നീര് നിങ്ങൾ ഉപയോഗിക്കേണ്ട. കറ്റാർവാഴ ജെല്ലും തൈര് മാത്രം മതി. 1-2 ഡ്രോപ്സ് ഒഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒത്തിരി അങ്ങ് ചെറുനാരങ്ങ നീര് വരുമ്പോഴാണ് മുഖത്തിനൊക്കെ കേട് വരുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു ജെല്ല് തേക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ. കണ്ടില്ലേ? നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക. തേച്ച് മസാജ് ചെയ്ത് നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടുള്ളേ. ഏതൊരു പാക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യണം. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് തേച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കത് മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നോക്കിക്കേ, മുടിയിലായാലും ഒട്ടും പ്രശ്നമില്ല. മുടിയൊക്കെ നല്ല സൂപ്പറായിട്ട് തിളങ്ങാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊരു പാക്കായിട്ട് നമ്മുടെ തലമുടിയിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കണം. മുടി നല്ല ഷൈനിങ് ഒക്കെ ആവും. അപ്പോൾ മുടിയിലൊന്നും ഞാൻ തേക്കണില്ല. ഞാനിന്ന് മുഖത്ത് മാത്രം തേക്കുന്നുണ്ട്. മുടിയിൽ തേക്കുന്ന ഒരു പാക്ക് നമുക്ക് ഇടാവേ. അപ്പോൾ മുടിയുടെ പാക്ക് ഇപ്പം അത് ഇടാറേ ഇല്ല. ഇപ്പം എല്ലാം മുഖവും കൈയും കാലൊക്കെ ഉള്ളൂ അല്ലേ. കണ്ടോ, എൻ്റെ പാക്ക് തീർന്നു. കഴുത്ത് തേക്കാനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലൊക്കെ തേക്കുക. നിങ്ങൾ കഴുത്ത് ഒഴിവാക്കരുത് കേട്ടോ. കഴുത്തിലും കൂടെ തേച്ച് കൊടുക്കണേ. നമ്മുടെ കണ്ണിൻ്റെ ഇവിടെ തേക്കാൻ കാരണം കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറാൻ നല്ലതാണ്. പിന്നെ കരുവാളിപ്പ്, ചുളിവുകൾ ഒക്കെ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. കണ്ട കണ്ണിൻ്റെ സൈഡിലൊക്കെ അങ്ങ് നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കാവേ. തേച്ച് മാത്രം കൊടുത്താൽ മസാജ് ചെയ്യണം. കണ്ടില്ലേ? 2-3 മിനിറ്റൊക്കെ ഇതുപോലെ മസാജ് ചെയ്തിട്ട് വേണം നമ്മുടെ പാക്ക് ഉണങ്ങാൻ അനുവദിക്കാൻ പാടുള്ളൂ കേട്ടോ. അയ്യോ, മൂക്കിലിട്ട് കയറി പോകുന്നൊരു പേടി. മുഖത്തിന് ചുളിവൊക്കെ മാറാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ ജെല്ലാണ്, സൂപ്പർ ജെൽ. അപ്പം ഞാനിതാ 2-3 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ടോ. എന്നിട്ടാട്ടോ ഇത് ഉണങ്ങാൻ അനുവദിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് 20 മിനിറ്റ് നന്നായിട്ട് ഉണങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാവേ. കണ്ടോ, നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കിന്നിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് അബ്സോർബ് ആവും. പിന്നെ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് കഴിയുമ്പം കാണാവേ. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് കഴുകി അങ്ങ് എടുത്തേക്കാം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എന്ന് പറയാൻ പറ്റില്ല, കാരണം അവിടെ ഇവിടെയൊക്കെ ഇച്ചിരിയൊക്കെ ഉണ്ട്. എന്നാലിതാ മുഖമൊക്കെ നല്ല വൃത്തി കഴിയിട്ടുണ്ട് കേട്ടോ. 2 പാത്രത്തിൽ വെള്ളമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. മുഖത്തതിന് എണ്ണമയം ഒന്നുമില്ല കേട്ടോ. ഇനി ചില ആൾക്ക് തൈര് തേക്കുമ്പോൾ എണ്ണമയം പോലെയൊക്കെയുള്ളതുകൊണ്ട് അധികം ആൾക്കാരും തൈര് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തൈര് തന്നെ തേക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇതുപോലെ കറ്റാർവാഴ ജെല്ലൊക്കെ മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ കണ്ടോ, ഒട്ടും എണ്ണമയം ഇല്ല. ചുളിവൊക്കെ പോകാനൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പം ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട്. എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നു കേട്ടോ. നല്ല മാറ്റമുണ്ട് മുഖത്തിന്, നല്ല മാറ്റമുണ്ട്. കണ്ടില്ലേ, നല്ല മാറ്റമുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്കിത് ദിവസം അങ്ങ് തേക്കുകയാണെങ്കിൽ മുഖത്തിലെ പാടുകളൊക്കെ മാറാനും ചുളിവുകൾ മാറാനും കരുവാളിപ്പ് മാറാനും മുഖത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടിട്ട് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ മുഖത്തിന്. കണ്ടോ മൂക്കിൻ്റെ സൈഡിലൊക്കെ കണ്ടോ തിളക്കം കണ്ടോ, നല്ല തിളക്കമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ തൊടുമ്പോൾ നല്ല സോഫ്റ്റാണ്. തൈരും കറ്റാർവാഴയുടെ ജെല്ലും, കറ്റാർവാഴ തന്നെ തേക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല റിസൾട്ട് കിട്ടും തന്നെയാണ്. പിന്നെ തൈര് തന്നെ തേക്കുമ്പോഴും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് തേക്കുമ്പോൾ നമുക്ക് സൂപ്പറാണ് കേട്ടോ. നന്നായിട്ടുണ്ട് കണ്ടില്ലേ, സൂപ്പർ. അപ്പോൾ എല്ലാവരും അതും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിരികം പൊഴിഞ്ഞു പോവുകയാണ്, പിരികം പൊഴിഞ്ഞു പോകുന്ന എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ തലയിൽ താരനുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. താരനുണ്ടെങ്കിൽ നമ്മുടെ പിരികത്തും നമ്മുടെ കൺപീലിയിലൊക്കെ വീണ് നമ്മളിതൊക്കെ പൊഴിയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കണം എന്താണ് താരനുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ താരനൊന്നും ഇല്ല, അല്ലാണ്ട് തന്നെ ചുമ്മാ അങ്ങ് പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് രാത്രി കിടക്കാൻ നേരത്ത് കുറച്ച് ആവണക്കെണ്ണ എടുത്ത് നമ്മുടെ പിരികത്തങ്ങ് തേച്ച് കിടക്കുവാണെങ്കിൽ നല്ലതാണ്. പിരികം വളരാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പം ആവണക്കെണ്ണ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വൈറ്റമിൻ ഇ ഗുളിക നമുക്ക് കടകളിൽ കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. വലിയ കാശൊന്നും ഇല്ല കേട്ടോ. ആ ഗുളികയുടെ ഒരു കുഞ്ഞൊരു ഡ്രോപ്സ് എടുത്ത് നമ്മുടെ പിരികത്തങ്ങ് തേച്ച് കൊടുക്കും. ഡ്രോപ്സ് തുള്ളി മതി കേട്ടോ. പിരികത്തങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പിരികം വളരാനും കൊഴിയാതിരിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഉള്ളിയുടെ നീര്, ചുമന്നുള്ളി എടുക്കുക, 2-3 എടുക്കുക, ചതച്ചിട്ട് അതിന് നീരെടുക്കുക. പക്ഷെ അതൊക്കെ തേക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണൊക്കെ നീറും കേട്ടോ. പക്ഷെ അത് നല്ലതാണ്, പിരികൊക്കെ പൊഴിഞ്ഞു പോകാതെ ഇരിക്കാനും നല്ലതാണ്. പിന്നെ ചുമന്നുള്ളി ഇടിച്ച് പിഴിഞ്ഞ നീരില്ലേ, അതിൻ്റെ കൂടെ തന്നെ 1-2 തുള്ളി ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടും നമ്മുടെ പിരികത്ത് തേച്ച് കൊടുക്കുവാണെങ്കിലും നല്ല തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെയൊക്കെ തേച്ച് കഴിയുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഇതുപോലെ ഇങ്ങനെ മസാജൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പം ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ പിരികൊക്കെ വളരാനൊക്കെ നല്ലതാണ്. ചുമ്മാ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ പോരാ, നമ്മളിങ്ങനെ ചെറിയ രീതിയിലൊക്കെ മസാജും പോലൊക്കെ ഇങ്ങനെ അങ്ങ് കൊടുക്കണം കേട്ടോ. അത് ഇവിടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി, മുറുക്കിയൊന്നുമല്ല, പതുക്കെ കേട്ടോ. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇതുപോലെയൊക്കെ ഹോം റെമഡീസൊക്കെ ഉണ്ട് ഞാൻ ചെയ്യാറ്. എൻ്റെ പിരികം വളരാൻ അങ്ങനെയൊക്കെ ചെയ്യാറ്. എൻ്റെ പിരികം പിന്നെ ഓൾറെഡി പണ്ടേ ഇങ്ങനെ കട്ടിയുള്ള പിരികം തന്നെയാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ പിരികത്തിൻ്റെ ആ ഒരു കട്ടിയൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആവണക്കെണ്ണയൊക്കെ തേച്ചാണ് എൻ്റെ പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ എല്ലാവർക്കും ആവണക്കെണ്ണ പിടിക്കണമെന്നില്ല കേട്ടോ. ഏതോ ഒരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു ആവണക്കെണ്ണ തേച്ചിട്ട് പൊഴിയുകയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങ് പിടിക്കണമെന്നില്ല. പക്ഷേ നല്ലതാണ്, ആവണക്കെണ്ണ നല്ലതാണ് കേട്ടോ. ആവണക്കെണ്ണയുടെ കൂടെ നമ്മുടെ ഉള്ളിയുടെ നീരും കൂടെ അങ്ങ് ചേർത്ത് തേച്ച് നോക്കൂട്ടോ, നല്ലൊരു റിസൾട്ടിന് കിട്ടുക. നമുക്ക് ആ പിരികൊക്കെ ഒന്ന് പൊഴിയാതൊക്കെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.